Hello viewers, Namaste, welcome back to my video. എൻ്റെ പേര് Ganga Dev. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ലൈവായിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ സോഫ്റ്റ്വെയറെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക 9061973737. ഇതെൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ്. ഇതിനകത്ത് തന്നെയാണ് ഡയറക്റ്റ് കോൾ ചെയ്യാം, മെസ്സേജിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ ഫോറക്സിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോം MD4 അല്ലെങ്കിൽ MD5 ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ നമ്മൾ സോഫ്റ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 𝐙𝐸Trader 4 ആണ്. അപ്പം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം 𝐙𝐸Trader 4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇട്ട് തരും. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രേഡിങ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ചെയ്യാനും പറ്റും. ഇപ്പം നിങ്ങളൊരു MD5 ചെയ്യുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോട്ട് ഇട്ട് തരും. അപ്പോൾ അതിനകത്ത് സിഗ്നൽസ് വരുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ MD5 പോയിട്ട് ട്രേഡ് ചെയ്ത് വെച്ചാൽ മതി. MD4 ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് സ്ട്രാറ്റജിയാണ്. സെയിം ഞാനിപ്പോൾ ഈ ഫോറക്സിലാണ് കാണിക്കുന്നതെങ്കിൽ ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിലും മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ സോഫ്റ്റ്വെയർ ഫോറക്സിൽ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യിക്കുന്നത് ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് നമുക്ക് സിഗ്നൽ വന്നിട്ട് ചെയ്യേണ്ടതെന്ന്. ഈ കാണിക്കുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ നിങ്ങൾ ഏത് പേരെടുത്തിട്ടാലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ വരും. ഇതിനകത്ത് ഈ റെഡ് ഡൗൺ ആരോ കാണിക്കുന്നില്ല, അതാണ് സെയിൽ ചെയ്യാനുള്ള സിഗ്നൽ. ഗ്രീൻ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസാണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നിങ്ങൾ ഏത് പേരെടുത്തിട്ടാലും എത്ര പേരെടുത്താലും അതിൻ്റെ ഇതിനകത്ത് ഇൻഡിക്കേഷൻ വരും. ഇതിനകത്ത് സിഗ്നൽ വന്നൊന്നും ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ കയറി അതിനകത്ത് ട്രേഡ് എടുക്കില്ല. നമ്മൾ സിമ്പിളായിട്ട് രണ്ട് കൺഫർമേഷൻ പാറ്റേൺ കൺഫർമേഷൻ ഇതുണ്ട്. കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആരോ വന്നതിന് ശേഷം, ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സെയിൽ സിഗ്നലാണ്. സെയിൽ സിഗ്നൽ വന്നതിന് ശേഷം നിങ്ങൾ നോക്കുക വെതർ അത് കൺഫേം ആണോ അല്ലേന്ന്. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വിധം നമുക്ക് സെല്ല് വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കൂ, പ്രൈസ് ഇവിടെ സെയിൽസ് ഓണെന്ന് എഴുതി കാണും. ഇതെല്ലാം സോഫ്റ്റ് കാണിച്ചോളാം. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി അത് വന്നോ ഇല്ലയോ എന്ന്. പ്രൈസ് ഇവിടെ സെയിൽസ് ഒന്ന് എഴുതി കാണിക്കണം. പിന്നെ നമ്മൾ ഈ സിഗ്നൽ വന്നിരിക്കുന്ന ഈ ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അതായത് നമുക്ക് ഈ വരുന്നുണ്ട് ഈ മേളിൽ കാണിക്കുന്നത് 7840 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് താഴത്തോട്ട് നോക്കൂ. ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ താഴെ ഒറ്റ ബാറേ ആ ടൈമിൽ കാണത്തുള്ളൂ. ആ ബാറ് റെഡ് ആയിരിക്കണം. അതായത് നമുക്കിവിടെ പ്രൈസ് സെയിൽസ് ഓണെന്ന് എഴുതി കാണിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ താഴത്തെ ബാറ് റെഡ് ആയിരിക്കണം. ഇൻ കേസ് ഇപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, തേർഡ് ക്യാൻഡിലാണെങ്കിൽ ഫോർത്ത് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. രണ്ട് കൺഫർമേഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തരും, ഓൺ കോളിൽ നമ്മൾ ഫുൾ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് കൺഫേം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ് എടുക്കാം. നോക്കിയാൽ താഴത്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം അവിടെ തന്നെ കാണിച്ചു തരും. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച ശേഷം ഇന്നത്തെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താ നോക്കാം, കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അതിനകത്തൊരു 80 to 90% ആക്യുറസി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് കണ്ട ഇതിനകത്തൊരു ബ്ലൂ സ്റ്റാർ കാണിക്കുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അപ്പോൾ ഫോറക്സ് നമ്മൾ കൂടുതലും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലൊരു എന്താണ് റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ അത് ഹൈ ടൈം ഫ്രെയിം ലൈക്ക് 15 മിനിറ്റ് 30 മിനിറ്റ് 1 അവർ കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നത് 30 മിനിറ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച്. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒന്നും കൂടെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് കണ്ട ചെറുതായിട്ടൊന്ന് കയറുമില്ലേ, ഞാൻ കാണിച്ചെന്ന സപ്പോർട്ടില്ലേ, സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്ന ടൈമിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇനി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ മാർക്കറ്റ് ട്രേഡിൽ അതിനെ എഗെയിൻ സെല്ല് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടാമത് അങ്ങനെ രണ്ടാമത് എൻട്രി വേണം എന്നുള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് വന്ന് നെക്സ്റ്റ് സിഗ്നൽ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി നമുക്ക് രണ്ടാമതും റീ എൻട്രി ചെയ്യാം മാർക്കറ്റിൽ. അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ് ഇവിടെ റീ എൻട്രി എന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന സ്ട്രാറ്റജിയാണ്. ഈവൻ ഫ്രഷേഴ്സിന് പോലെ ഇത് പഠിച്ചെടുക്കാവുന്ന സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇയർ നമ്മളിതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനും കൊണ്ടുവരും. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് ഇതെല്ലാം അപ്ഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടും. ടെക്നിക്കൽ സപ്പോർട്ടും ട്രെയിനിങ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ട്യൂട്ടർ വീഡിയോ ഉൾപ്പെടെയാണ് അയച്ചു തരുന്നത്. ബാക്കി നമ്മൾ ഫുൾ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്കിത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ നമ്പറിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.